നിങ്ങൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോയി മരണപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആയതുകൊണ്ട് അവ ഇന്നും ജീർണിക്കാതെ അവിടെ തന്നെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്നാൽ അവിടെ ജീർണിക്കാതെ കിടക്കുന്ന മറ്റൊരു സാധനമുണ്ട്. ഹ്യൂമൻ വേസ്റ്റ് അഥവാ മനുഷ്യ വിസർജ്യം. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. പ്രതിവർഷം ആയിരക്കണക്കിന് സാഹസികരാണ് മൗണ്ട് എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവർ പുറന്തള്ളിയ വേസ്റ്റാണ് ഇന്നും എവറസ്റ്റിൽ ഉള്ളത്. 2018 ഏകദേശം 8000 കിലോഗ്രാമോളം ഹ്യൂമൻ സ്റ്റൂള് എവറസ്റ്റിൽ ഉണ്ടെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു. എവറസ്റ്റിലെ അതികഠിനമായിട്ടുള്ള തണുപ്പ് കാരണം ഈ വേസ്റ്റ് വിഘടിക്കപ്പെടുകയില്ല. ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് പോലെ വർഷങ്ങളോളം ഇത് മണ്ണിൽ ചേരാതെ അതേപോലെ നിലനിൽക്കും. മഞ്ഞുരുകുന്നതിനൊപ്പം ഇവയും ഉരുകി താഴേക്ക് വരികയും മറ്റുള്ളവർക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. എവറസ്റ്റ് കീഴടക്കാൻ 10 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന യാത്ര ആവശ്യമാണ്. എവറസ്റ്റിൽ ടോയ്ലറ്റ് സംവിധാനം ഒന്നും ഇല്ലാത്തത് കൊണ്ട് മഞ്ഞിൽ കുഴി കുഴിച്ചോ അല്ലെങ്കിൽ സ്വന്തം ടെന്റിലോ ആണ് ഇവർ മലമൂത്ര വിസർജനം നടത്തുന്നത്. ഇതൊരു ഗുരുതര പ്രശ്നമായി മാറിയതോടെ എവറസ്റ്റ് കയറുന്ന സാഹസികർ തങ്ങളുടെ വേസ്റ്റ് ബയോഡിഗ്രേഡബിൾ ബാഗിലും യൂറിൻ കുപ്പിയിലുമാക്കി തിരികെ കൊണ്ടുവരണമെന്ന നിയമം പോലും വന്നു. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ.